ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസ്രുള്ളയെ വധിച്ചതിനു പിന്നാലെ ലെബനിലേക്ക് കടന്നുകയറിയ ഇസ്രായേൽ സേന കരയാക്രമണം തുടരുകയാണ്. വൻ സേനാ സംവിധാനങ്ങളുമായാണ് ഇസ്രായേലിന്റെ അതിർത്തി കടന്നുള്ള യുദ്ധം. 41,000 സൈനികർ, 324 മുന്തിയ ഇനം ടാങ്കറുകൾ, 72 പീരങ്കികൾ, 54 ലാർജ് പീരങ്കികൾ, 18 റോക്കറ്റ് ലോഞ്ചറുകൾ കൂടാതെ എയർഫോഴ്സ് ജെറ്റ്സ്, സർവൈലൻസ് ഡ്രോണുകൾ തുടങ്ങി വൻ സന്നാഹങ്ങളുമായാണ് ലെബനാനിൽ കരയാക്രമണം തുടങ്ങിയിട്ടുള്ളത്. ഈ ആക്രമണം പെട്ടെന്നുണ്ടായ തീരുമാനമല്ലെന്നാണ് വിലയിരുത്തൽ. മാസങ്ങൾക്ക് മുമ്പേ ഈ ആക്രമണത്തിന് ഇസ്രായേൽ കോപ്പ് കൂട്ടിയിരുന്നതായാണ് വിവരം. ആക്രമണം ചില ലക്ഷ്യങ്ങളിൽ പരിമിതപ്പെടുത്തുമെന്ന അവകാശവാദവുമായാണ് സൈനികർ ലെബനാനിലേക്ക് പ്രവേശിച്ചത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിമിതമായ ആക്രമണമെന്നാണ് സൈന്യം അറിയിക്കുന്നത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായ കരയുദ്ധം ആരംഭിച്ചതായാണ് സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റാണ് സൈന്യം അതിർത്തി കടക്കുന്നതായി അറിയിച്ചത്. എന്നാൽ പരിമിതമായ ആക്രമണം എന്ന ഇസ്രായേൽ വാദത്തെ വിശ്വസിക്കാനാവില്ലെന്നാണ് വിലയിരുത്തൽ. ഹിസ്ബുള്ളയെ വേട്ടയാടാൻ എന്ന പേരിൽ നടക്കാൻ പോകുന്നത് ലെബനാനിലെ സാധാരണ മനുഷ്യർക്ക് മേലുള്ള കടന്നുകയറ്റമാകുമെന്നാണ് വിലയിരുത്തൽ. അതിന് ഏറ്റവും വലിയ തെളിവ് ഹമാസിന്റെ പേരിൽ ഇപ്പോൾ ഗസയിൽ തുടരുന്ന വേട്ടയാണ്. 40,000-ലേറെ പേരാണ് ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ഏതു നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനാൻ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തുകയും ചെയ്തിരുന്നു. 2006 ശേഷം ലെബനാനിൽ ആദ്യമായാണ് ഇസ്രായേൽ കരയാക്രമണം നടത്തുന്നത്. അന്ന് ഹസൻ നസ്രുള്ളയുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യാക്രമണത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അടിയറവ് പറഞ്ഞായിരുന്നു ഇസ്രായേലിന്റെ 2006-ലെ മടക്കം. ഇപ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ ഹസൻ നസ്രുള്ള ഇല്ലെങ്കിലും ഹിസ്ബുള്ള പുറകിലല്ല. കരയാക്രമണം നേരിടാൻ തയ്യാറെന്ന് ഹിസ്ബുള്ള ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് അവരുടെ ലക്ഷ്യം നേടാനാകില്ലെന്നും ഇസ്രായേൽ സൈന്യം ലെബനാനിൽ കയറിയാൽ നേരിടുമെന്നും തങ്ങളുടെ സേന ഒരുക്കമാണെന്നും ഹിസ്ബുള്ള ഉപമേധാവി നായിം കാസിമാണ് വ്യക്തമാക്കിയത്. ഹസൻ നസ്രുള്ളയുടെ മരണത്തിന് ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ആദ്യ പ്രതികരണം കൂടിയാണിത്. 1981-ലെ മാതൃകയിൽ ഹിസ്ബുള്ളയെ സഹായിക്കാൻ ലെബനാനിലേക്ക് ഇറാൻ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം ഉണ്ടായത്. ആക്രമണം രൂക്ഷമായ തെക്കൻ ലെബനാനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഒരുക്കമാണെന്ന് ലെബനാൻ ഇടക്കാല പ്രധാനമന്ത്രി മീക്കാത്തിയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം വെടിനിർത്തൽ വേണമെന്ന് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ അമേരിക്ക ഇതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഗസക്കും ലെബനാനും പിന്നാലെ സിറിയ, യമൻ തുടങ്ങി പശ്ചിമേഷ്യയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് US രംഗത്ത് വന്നത്. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ടെന്ന ന്യായീകരണത്തിന്റെ ആവർത്തനമാണ് US-ന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന് US-ന്റെ പിന്തുണയുണ്ടെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ആസ്റ്റിൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.